രാജ്യത്ത് ഒമിക്രോൺ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ നിയന്ത്രണം ശക്തമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനം. രോഗവ്യാപനം കൂടിയ പ്രദേശങ്ങളിൽ നൈറ്റ് കർഫ്യൂ ഏർപ്പെടുത്താൻ യോഗം തീരുമാനിച്ചു. കോവിഡ് കേസുകൾ കൂടുതലുള്ള സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സംഘത്തെ അയക്കും. അതേസമയം രാജ്യത്തെ ഒമിക്രോൺ രോഗികളുടെ എണ്ണം 300 കടന്നു. രാജ്യത്ത് ഒമിക്രോൺ രോഗികളുടെ എണ്ണം ഉയരുകയും കോവിഡ് വ്യാപനം വീണ്ടും വർദ്ധിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ നിയന്ത്രണം ശക്തമാക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിന്റെ തീരുമാനം. രോഗവ്യാപനം കൂടിയ പ്രദേശങ്ങളിൽ നൈറ്റ് കർഫ്യൂ ഏർപ്പെടുത്താൻ യോഗം തീരുമാനിച്ചു. കോവിഡ് കേസുകൾ കൂടുതലുള്ള സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സംഘത്തെ അയക്കും. വാക്സിനേഷൻ കുറഞ്ഞ സംസ്ഥാനങ്ങളിലും സംഘം സന്ദർശനം നടത്തും. കോവിഡ് വാക്സിനേഷൻ കുറഞ്ഞ ജില്ലകളിൽ വാക്സിനേഷൻ വർദ്ധിപ്പിക്കാൻ നിർദ്ദേശം നൽകും. കൂടുതൽ ടെസ്റ്റുകൾ നടത്തും. ഒമിക്രോണിനെ നേരിടാൻ കേന്ദ്രവും സംസ്ഥാനങ്ങളും സഹകരിച്ച് പ്രവർത്തിക്കും. സംസ്ഥാനങ്ങളിൽ കണ്ടെയ്ൻമെന്റ് നടപടികൾ ഊർജിതമാക്കാൻ കേന്ദ്രം സഹായം നൽകും. ഓക്സിജൻ വിതരണത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തും. ആവശ്യമായ ഉപകരണങ്ങൾ ഉറപ്പുവരുത്തണമെന്നും ഉദ്യോഗസ്ഥർക്ക് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. ന്യൂസ് 18 ഡൽഹി. സംസ്ഥാനത്ത് ലോ റിസ്ക് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്കും ഒമിക്രോൺ വ്യാപനം കൂടുന്നു. ഇന്നലെ വരെ 29 പേർക്കാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. 17 പേർ ഹൈ റിസ്ക് രാജ്യങ്ങളിൽ നിന്നും 10 പേർ ലോ റിസ്ക് രാജ്യങ്ങളിൽ നിന്നും വന്നവരാണ്. 2 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് ഒമിക്രോൺ ബാധിച്ചത്. ഹൈ റിസ്ക് രാജ്യങ്ങളായ UK നിന്നെത്തിയ 12 പേർക്കാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. ലോ റിസ്ക് രാജ്യങ്ങളായ ദുബായ്, കോങ്കോ, ടുണീഷ്യ, നൈജീരിയ, കെനിയ, അൽബേനിയ എന്നിവിടങ്ങളിൽ നിന്നെത്തിയവർക്കും ഒമിക്രോൺ പോസിറ്റീവായി. എറണാകുളം 15, തിരുവനന്തപുരം 10, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, പത്തനംതിട്ട എന്നീ ജില്ലകളിൽ ഓരോരുത്തർക്കും വീതമാണ് ഒമിക്രോൺ ബാധിച്ച് ചികിത്സയിലുള്ളത്. സംസ്ഥാനത്ത് ഒമിക്രോൺ രോഗികളുടെ എണ്ണം കൂടിയ സാഹചര്യത്തിൽ ഇത്തവണ ക്രിസ്മസ്, ന്യൂ ഇയർ ആഘോഷങ്ങൾ കരുതലോടെ വേണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശിച്ചു. തിരുവനന്തപുരത്ത് കുപ്രസിദ്ധ മോഷ്ടാവ് ഫാൻറ്റം പൈലി എന്ന ഷാജിയും സംഘവും പിടിയിലായത് മോഷണശ്രമം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ. വിഴിഞ്ഞം വെങ്ങാനൂർ ഭാഗത്ത് കഴിഞ്ഞ ദിവസം മോഷണശ്രമം നടത്തിയത് ഈ സംഘമാണെന്ന് സൂചന. അയിരൂർ, കാട്ടാക്കട സ്റ്റേഷനുകളിൽ പ്രതികൾക്കെതിരെ മോഷണ കേസുണ്ട്. മദ്യപിച്ച് ബഹളമുണ്ടാക്കിയതിന് ഇന്നലെ രാത്രിയാണ് ഫാൻറ്റം പൈലിയെയും കൂട്ടാളികളെയും പോലീസ് പിടികൂടിയത്. വിവരങ്ങളുമായി VS അനു ആണ് ചേരുന്നത്. അനു, എങ്ങനെയായിരുന്നു ഈ കുപ്രസിദ്ധ മോഷ്ടാവിനെ പോലീസ് പിടികൂടിയത്? ഇയാളെ യാദൃശ്ചികമായി ഈ മദ്യപിച്ച് ബഹളമുണ്ടാക്കുമ്പോൾ യാദൃശ്ചികമായി പിടികൂടി പിന്നീട് ഇയാൾ ഫാൻറ്റം പൈലിയാണ് തിരിച്ചറിയുകയായിരുന്നോ? തീർച്ചയായും കിരൺ, അതായത് ഇന്നലെ രാത്രി PMG ജംഗ്ഷനിൽ വെച്ചാണ് പ്രതികൾ ഒരു സഞ്ചരിച്ച വാഹനം ഒരു പോസ്റ്റിലിടിക്കുകയും മറ്റൊരു കാറിലിടിക്കുകയും ചെയ്തത്. ഇതേ തുടർന്നാണ് പ്രതികളെ മ്യൂസിയം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഈ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ എത്തിക്കുമ്പോഴാണ് ഇത് കുപ്രസിദ്ധ മോഷ്ടാവ് ഫാൻറ്റം പൈലി എന്നറിയപ്പെടുന്ന മോഷ്ടാവാണെന്ന് അറിഞ്ഞത്. ഏതായാലും പ്രതിയെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഇയാൾക്കെതിരായിട്ടുള്ള നിരവധി കേസുകൾ, അതായത് കാട്ടാക്കട, അതുപോലെ തന്നെ അയിരൂർ ഉൾപ്പെടെയുള്ള സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരായിട്ടുള്ള കേസുകളുണ്ട്. ആ സ്റ്റേഷനുകളിൽ നിന്നും മ്യൂസിയം പോലീസിനെ ബന്ധപ്പെടുകയും ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഫാൻറ്റം പൈലി ഉൾപ്പെടെയുള്ള സംഘം കോവളം ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ചില മോഷണ ശ്രമങ്ങൾ നടത്തിയതായിട്ടുള്ള സൂചനകളും ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കാരണം വെങ്ങാനൂർ ഭാഗത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു മോഷണ ശ്രമം ഉണ്ടായിരുന്നു. വെങ്ങാനൂർ സ്കൂളിന് സമീപത്ത് ഒരു വീട്ടിൽ നിന്നും മോഷണ ശ്രമം ഉണ്ടായിരുന്നു. ഈ മോഷണ ശ്രമം നടത്തിയത് ഈ ഫാൻറ്റം പൈലിയും സംഘവുമാണെന്ന ഒരു സൂചനയും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിഴിഞ്ഞ പോലീസ് അല്പസമയത്തിനകം തന്നെ മ്യൂസിയം സ്റ്റേഷനിലെത്തി പ്രതികളിൽ നിന്ന് വിവരം തേടും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പിടിക്കപ്പെട്ടതിൽ രതീഷ് എന്ന കണ്ണപ്പ രതീഷും നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ്. ഇയാൾ അയിരൂരിൽ മോഷണ ശ്രമം മോഷ്ടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നിരവധി മോഷണ കേസുകൾ പ്രതിയായിട്ടുള്ള സംഘത്തെയാണ് ഏതായാലും പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. കിരൺ, ശരി. VS അനുവാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ സർവകലാശാല വിവാദത്തിൽ നിലപാടിലുറച്ച് ഗവർണർ. സർവകലാശാല ചട്ടമനുസരിച്ച് ബോർഡ് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള അധികാരം ഗവർണർക്കാണെന്ന് വ്യക്തമാക്കി രാജ്ഭവൻ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി. ഇതിനിടെ BC നിയമന വിവാദത്തിൽ സമവായ വഴികളും സർക്കാരും രാജ്ഭവനും തേടുന്നുണ്ട്. കണ്ണൂർ സർവകലാശാല ബോർഡ് ഓഫ് സ്റ്റഡീസ് ഗവർണർ അറിയാതെ പുനഃസംഘടിപ്പിച്ചതാണ് സെനറ്റ് അംഗം V. വിജയകുമാർ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തത്. ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശമനുസരിച്ച് ഗവർണർക്കു വേണ്ടി രാജ്ഭവന്റെ അഭിഭാഷകൻ സത്യവാങ്മൂലം നൽകി. സർവകലാശാലയുടെ വാദങ്ങൾ തള്ളിയാണ് ചാൻസലർ കൂടിയായ ഗവർണറുടെ ഓഫീസിന്റെ സത്യവാങ്മൂലം. ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ മുൻപത്തെ പുനഃസംഘടനയും ഗവർണറുടെ നാമനിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. സർവകലാശാല ചട്ടമനുസരിച്ച് ബോർഡ് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യേണ്ടത് ചാൻസലറാണെന്നും സത്യവാങ്മൂലം വ്യക്തമാക്കുന്നു. ബോർഡ് ഓഫ് സ്റ്റഡീസ് നാമനിർദ്ദേശം ചെയ്യാനുള്ള ഗവർണറുടെ അധികാരം പിൻവലിക്കണമെന്ന നിയമഭേദഗതിക്ക് കഴിഞ്ഞയാഴ്ച സിൻഡിക്കേറ്റ് യോഗം അംഗീകാരം നൽകിയിരുന്നു. രാജ്ഭവന്റെ നിലപാട് മുൻകൂട്ടി കണ്ടായിരുന്നു സർവകലാശാലയുടെ നീക്കം.
ഈ ചട്ടഭേദഗതിയും അംഗീകരിക്കേണ്ടത് ഗവർണറാണ്. അതേസമയം ഏറ്റുമുട്ടലിന്റെ വഴി ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് രാജ്ഭവനും സർക്കാരും. ഗവർണറുടേത് രാഷ്ട്രീയ നീക്കമാണെന്ന് കരുതുന്നില്ലെന്ന് പറഞ്ഞ് CPM-ഉം വിമർശനം മയപ്പെടുത്തി. ഗവർണർ അങ്ങനെ രാഷ്ട്രീയ ആരോപണമൊന്നും ഉന്നയിച്ചിട്ടില്ല. അദ്ദേഹം PC നിയമനവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ചില അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് പരസ്യമായിട്ട് അദ്ദേഹം പ്രകടിപ്പിച്ചിട്ട് അതിന് മുഖ്യമന്ത്രി പരസ്യമായിട്ട് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. ചാൻസലർ പദവി ഒഴിയണമെന്ന നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ലെങ്കിലും കടുത്ത നീക്കങ്ങൾക്ക് ഗവർണറും തുനിയില്ലെന്നാണ് സൂചന. വൈകാതെ മുഖ്യമന്ത്രി ഗവർണർ കൂടിക്കാഴ്ചയും നടന്നേക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. VT തോമസിന്റെ ചിതാഭസ്മം കുടുംബാംഗങ്ങളെത്തി രവിപുരം ശ്മശാനത്തിൽ നിന്നും ശേഖരിക്കുകയാണ്. ചിതാഭസ്മത്തിൽ ഒരു ഭാഗം അമ്മയുടെ കല്ലറയിൽ നിക്ഷേപിക്കണമെന്ന PT-യുടെ ആഗ്രഹപ്രകാരം സ്വദേശമായ ഇടുക്കി ഉപ്പുതോട്ടിലേക്ക് കൊണ്ടുപോകും. വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രനാണ് ചേരുന്നത്. സനോജ്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? കിരൺ, നിലപാടുകൾ കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ വ്യത്യസ്തനായി മാറിയ PT തോമസിന് ഇന്നലെ വലിയ തോതിലുള്ള ജനപങ്കാളിത്തത്തോടുകൂടിയുള്ള ഒരു യാത്രാമൊഴിയാണ് നൽകിയത്. 10,000-കണക്കിന് പ്രവർത്തകരായിരുന്നു ഇന്നലെ വൈകുന്നേരം രവിപുരം ശ്മശാനത്തിൽ അദ്ദേഹത്തിൻ്റെ അന്ത്യ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരുന്നത്. പിന്നീട് ചടങ്ങുകൾ പൂർത്തിയായതിനു ശേഷവും കോൺഗ്രസ് പ്രവർത്തകർ പിരിഞ്ഞു പോവാതെ ദീർഘനേരം മുദ്രാവാക്യം വിളികളുമായി ഇവിടെ നിലയുറപ്പിച്ചിരുന്നു. രാത്രി വൈകിയാണ് പലരും ഇവിടെ നിന്നും പിരിഞ്ഞു പോയത്. എന്തായാലും ഇപ്പോൾ ഇന്നലെ വൈകുന്നേരം ചിതയിൽ വെച്ച മൃതദേഹം പൂർണ്ണമായും കത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ചാരമായി മാറിയിരിക്കുകയാണ് PT-യുടെ ഭൗതികദേഹം. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം അദ്ദേഹം സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്ന ആഗ്രഹം തൻ്റെ മൃതദേഹം ദഹിപ്പിക്കണമെന്നും തൻ്റെ ആഗ്രഹപ്രകാരം മൃതദേഹത്തിൻ്റെ ഒരു ഭാഗം അമ്മയുടെ കല്ലറയിൽ നിക്ഷേപിക്കണമെന്നുമാണ് അദ്ദേഹം സുഹൃത്തുക്കളോട് വ്യക്തമാക്കിയിരുന്നത്. അത്തരത്തിലുള്ള മതാചാരങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിയുള്ള സംസ്കാര ചടങ്ങുകളായിരുന്നു ഇന്നലെ നടന്നിരുന്നത്. ഇന്ന് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളെത്തി അദ്ദേഹത്തിൻ്റെ ചിതയിൽ നിന്നും ചിതാഭസ്മം ശേഖരിക്കുകയാണ്. 4 കുടങ്ങളിലായിട്ടാണ് ചിതാഭസ്മം ശേഖരിക്കുന്നത്. ഒപ്പം തന്നെ നദിയിൽ നിമജ്ജനം ചെയ്യാനും കുടുംബാംഗങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഭാഗം അമ്മയുടെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ഉപ്പുതോട്ടിലെ അമ്മയുടെ കല്ലറയിൽ നിക്ഷേപിക്കുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിന് അവിടുത്തെ ഇടവകയുടെയും സഭയുടെയും ഒക്കെ സമ്മതം അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ചിതാഭസ്മം ശേഖരിക്കുന്ന ചടങ്ങുകളാണ് രവിപുരം ശ്മശാനത്ത് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ നേതാക്കളായ വേണുഗോപാൽ, ഒപ്പം തന്നെ ടോണി ചമ്മണി ഉൾപ്പെടെയുള്ള നേതാക്കൾ കുടുംബാംഗങ്ങൾക്കൊപ്പമുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ 2 മക്കളും ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രാദേശികമായ പ്രവർത്തകരും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. എങ്കിലും വളരെ വൈകാരികമായ ഒരു വേർപാടായിരുന്നു ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നത്. 1000-കണക്കിന് പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടുകൂടിയാണ് അദ്ദേഹത്തെ യാത്ര ആക്കിയത്. അദ്ദേഹത്തിൻ്റെ അന്ത്യാഭിലാഷ പ്രകാരം വയലാറിൻ്റെ ഗാനങ്ങളുടെ ഇരടികൾ ഇവിടെ പ്രത്യേകം ആയി തയ്യാറാക്കിയിരുന്നു. അങ്ങനെ പൂർണ്ണമായും മതപരമായ ചടങ്ങുകൾ ഒഴിവാക്കിയുള്ള ഒരു യാത്രാമൊഴിയാണ് ഇന്നലെ PT-ക്ക് നൽകിയത്. പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം തന്നെയായിരുന്നു ആ ചടങ്ങുകൾ നടന്നത്. ജീവിതത്തിലുടനീളം വ്യത്യസ്തമായ നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയനായി മാറി കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്തെ അധികായകനായി മാറിയ അദ്ദേഹം ജനമനസ്സുകളിൽ ജീവിക്കുന്നു എന്നുള്ള ഒരു ഉജ്ജ്വലമായ സന്ദേശമായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്തിമവര ചടങ്ങുകളിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. ജീവിതത്തിൽ പുലർത്തിയ ആ നിലപാടുകളും സത്യസന്ധതയും അദ്ദേഹം മരണാനന്തര ചടങ്ങിലും തുടർന്നിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ ഇവിടെ അവസാനമായി നടന്നുകൊണ്ടിരിക്കുന്നത്. കിരൺ, ശരി. സനോജ് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. രാവിലെ 11-ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ബാറ്റൺ ഹിൽ ക്യാമ്പസിൽ നടക്കുന്ന ചടങ്ങിൽ റവന്യൂ മന്ത്രി K. രാജൻ അധ്യക്ഷനായിരിക്കും. KS-ന്റെ ആദ്യ ബാച്ചിന്റെ ഔദ്യോഗിക ഉദ്ഘാടനമാണ് മുഖ്യമന്ത്രി നിർവഹിക്കുക. 3 സ്ട്രീമുകളിലായി 105 ഒഴിവുകളാണ് KS-ലുള്ളത്. സർക്കാർ ചീഫ് വിപ്പിന്റെ പേഴ്സണൽ സ്റ്റാഫ് നിയമനം വിവാദമാകുമ്പോഴും പ്രതികരിക്കാതെ കേരള കോൺഗ്രസ് എം. വിഷയത്തിൽ പ്രതികരിച്ച് വിവാദത്തിന് ആക്കം കൂട്ടേണ്ട നിലപാടിലാണ് പാർട്ടി. സാമ്പത്തിക പ്രതിസന്ധിക്കിടെ കോടികൾ ചെലവാക്കി നിയമനം നടത്തുന്നതാണ് വിവാദമായത്. കേരള കോൺഗ്രസ് എം പ്രതിനിധിയായ സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ N.J. രാജന്റെ പേഴ്സണൽ സ്റ്റാഫ് നിയമനമാണ് വിവാദമായത്. നിലവിലുള്ള 7 പേരെ കൂടാതെ 17 പേരെ കൂടി നിയമിക്കാൻ സർക്കാർ അനുമതി നൽകുകയായിരുന്നു. സർക്കാർ നീക്കം വിവാദമാകുമ്പോഴും പ്രതികരണത്തിനില്ലെന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ് എം. മുൻപ് UDF സർക്കാരിന്റെ കാലത്ത് 30 പേരെ നിയമിച്ചിരുന്നതും പാർട്ടി ചൂണ്ടിക്കാട്ടുന്നു. LDF സർക്കാർ പാർട്ടിക്ക് അനുവദിച്ചതാണ് സ്റ്റാഫ് നിയമനം. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സർക്കാരാണ് മറുപടി പറയേണ്ടത്. വിവാദം ആളിക്കത്തിക്കുന്നത് രാഷ്ട്രീയ ഉദ്ദേശത്തോടെയാണെന്നും കേരള കോൺഗ്രസ് വിശ്വസിക്കുന്നു.
വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്നാണ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജെ രാജും പറയുന്നത്. ഏതായാലും കോവിഡ് പ്രതിസന്ധി കാലത്ത് കോടികൾ ചെലവാക്കി അനാവശ്യ തസ്തികകൾ സൃഷ്ടിക്കുന്നത് ഇടതുമുന്നണിയെ വെട്ടിലാക്കിയിട്ടുണ്ട്. ചീഫ് വിപ്പിന് കാര്യമായ ജോലികളൊന്നുമില്ലെന്നിരിക്കെ നികുതിപ്പണം ധൂർത്തടിക്കുന്നതാണ് വിമർശനത്തിന് കാരണമായത്. ന്യൂസ് 18 കോട്ടയം. ആലപ്പുഴയിലെ ഇരട്ടക്കൊലപാതകത്തിൽ അന്വേഷണ സംഘം തമിഴ്നാട്ടിലേക്ക്. പ്രതികൾ അയൽ സംസ്ഥാനത്തേക്ക് കടന്നതായി ADGP വിജയ് സാക്കറെ കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു. വിവിധ സ്ക്വാഡുകളായി തിരിഞ്ഞാണ് അയൽ സംസ്ഥാനങ്ങൾ പരിശോധന. അതിനിടയിൽ ക്രമസമാധാന പാലനത്തിന്റെ ഭാഗമായി 200ഓളം വീടുകൾ ദിവസേന പോലീസ് റെയ്ഡ് നടത്തുന്നുണ്ട്. കൊലപാതകം കമ്മിറ്റ് ചെയ്ത ശേഷം എല്ലാവരും ഓടിപ്പോയതാണ് ഔട്ട് ഓഫ് സ്റ്റേറ്റ്. ഇൻവെസ്റ്റിഗേഷനിൽ ഞങ്ങൾ അത് ഡെവലപ്പ് ചെയ്തിട്ട് ആരാണ് ഈ ആൾക്കാർ 2 ടീമിലെ അത് ഞങ്ങൾ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഈ ചേസിങ് നടക്കുന്നുണ്ട്, നമുക്ക് കിട്ടും. രഞ്ജിത്ത് വധത്തിലെ പ്രതികളാണ് ആദ്യം സംസ്ഥാനം വിട്ടത്. പിന്നാലെ ഷാൻ വധക്കേസിലെ പ്രതികളും കേരളം വിട്ടതായി പോലീസ് സ്ഥിരീകരിച്ചു. ഇവരെ തേടിയാണ് വിവിധ സ്ക്വാഡുകളായി അന്വേഷണ സംഘം തമിഴ്നാട്ടിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും തിരിച്ചത്. ഇരു പാർട്ടികളുടെയും നേതൃത്വത്തിന്റെ അറിവോടെയാണ് കൊലപാതകവും രക്ഷപ്പെടലുമെന്നാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. അല്പം വൈകിയാലും കൃത്യം നിർവഹിച്ചവരെ തന്നെ കേസിൽ കണ്ടെത്തണമെന്ന വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിലാണ് പോലീസ്. പ്രതികളിലേക്കുള്ള വിവരം ലഭിക്കുന്നതിനായി വ്യാപക റെയ്ഡാണ് ദിവസേന നടക്കുന്നത്. അതേസമയം അക്രമ സംഭവങ്ങൾ ഇനിയും നടന്നേക്കാമെന്ന ആശങ്ക പോലീസിനുണ്ട്. ഇതിന്റെ ഭാഗമായി BJPയുടെ നേതാക്കന്മാരെ ചിലരെ ഇന്നലെയും കരുതൽ തടങ്കലിലെടുത്തിരുന്നു. ന്യൂസ് 18 ആലപ്പുഴ. പാലക്കാട് RSS പ്രാദേശിക നേതാവ് സഞ്ജിത്ത് കൊല്ലപ്പെട്ട കേസിൽ ഒരാളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലങ്കോട് കമ്പ്രത്ത് ചെള്ള സ്വദേശി നസീറിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ SDPI മുതലമട യൂണിറ്റ് ഭാരവാഹിയാണ്. പ്രതികൾക്ക് കൊലപാതകം നടത്താനായി വാഹനം നൽകിയത് നസീറാണെന്ന് പാലക്കാട് SP R വിശ്വനാഥ് പറഞ്ഞു. സംഭവത്തിന് ശേഷം വാഹനം തമിഴ്നാട്ടിൽ കൊണ്ടുപോയി പൊളിക്കാൻ കൊടുത്തതും നസീറാണ്. കേസിൽ 4ാമത്തെ അറസ്റ്റാണിത്. ഒളിവിൽ കഴിയുന്ന മറ്റു പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കുമെന്നും പോലീസ് പറഞ്ഞു. തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ പ്രണയബന്ധം ആരോപിച്ച് 14കാരനെ മർദ്ദിച്ച കേസിൽ പ്രതികൾക്കെതിരെ പ്രധാന വകുപ്പുകൾ ഒഴിവാക്കി പോലീസ്. പട്ടിക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിയെ മർദ്ദിച്ച കേസിൽ SC/ST അതിക്രമങ്ങൾ തടയൽ നിയമപ്രകാരം കേസെടുത്തിട്ടില്ല. മർദ്ദനം ജാതിപ്പേര് പറഞ്ഞാണെന്ന് 14കാരന്റെ മൊഴി അവഗണിച്ചാണ് വട്ടിയൂർക്കാവ് പോലീസിന്റെ നടപടി. കാലത്തടിച്ച് രണ്ടാമതിൻ്റെ അടുത്ത് പറഞ്ഞ് പെലേന് കെട്ടിച്ചെടുക്കാനില്ല, ഞാൻ എൻ്റെ മക്കളെ വളർത്തണതെന്ന് പറഞ്ഞ് ചാടി നെഞ്ചി ചവിട്ടി. പറ്റി ഓട വീണ് പിന്നെ ഓടക്കകത്തിട്ട് അടിച്ചെന്ന് കുറച്ച് ചീത്ത വിളിച്ച് ജാതിപ്പേര് വിളിച്ച് അതിക്രൂരമായി മർദ്ദിച്ചെന്ന 14കാരന്റെ ഈ പരാതി കേട്ട ശേഷം ഇത് കാണുക. വട്ടിയൂർക്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമപ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടില്ല. ആകെ ചുമത്തിയതാകട്ടെ സംഘം ചേർന്ന് തടഞ്ഞു നിർത്തി മർദ്ദിച്ചെന്ന വകുപ്പുകൾ. അതിനാലാണ് അതിക്രമം കാണിച്ച പ്രതികൾക്ക് സ്റ്റേഷൻ ജാമ്യത്തിൽ സുഖമായി ഇറങ്ങാൻ സാധിച്ചത്. പ്രണയബന്ധം ആരോപിച്ച് 14കാരനെ മർദ്ദിച്ച കേസ് ഒതുക്കി തീർക്കാനുള്ള പോലീസിന്റെ ശ്രമങ്ങൾ ഇവിടെ തുടങ്ങുന്നു. SC/ST അതിക്രമങ്ങൾ തടയൽ നിയമപ്രകാരം കേസെടുത്തിരുന്നെങ്കിൽ അന്വേഷണം DYSP തലത്തിലുള്ള ഉദ്യോഗസ്ഥന് കൈമാറേണ്ടി വന്നേനെ. ഒരുപക്ഷെ പിന്നീടുള്ള വ്യാജപരാതിയും പോലീസിന്റെ ഭീഷണിയും ഒഴിവാകുമായിരുന്നു. കേസ് വിവരം അറിയാൻ വിളിച്ച 14കാരന്റെ അമ്മയോട് വട്ടിയൂർക്കാവ് CI പ്രതികൾ കോടതിയിൽ നിന്നാണ് ജാമ്യമെടുത്തതെന്ന പച്ചക്കള്ളവും പറയുന്നുണ്ട്. 27-ാം തീയതി തന്ന പരാതി ഇതുവരെ ഒരു മൂവ് ആയില്ലല്ലോ സാർ. അയാളാണെങ്കിൽ ഇന്ന് രാവിലേക്ക് നമ്മളെ ഫ്രണ്ടിൽ കൂടെ പോകുന്നുണ്ട്. അയാളെ കോടതി പോയി ജാമ്യം എടുത്ത് അങ്ങനെയാണ് അയാളിപ്പോ നടക്കുന്നത്. ഇനിയിപ്പോ ചാർജ് കൊടുക്കും. 1 മാസം നിങ്ങളെ കോടതിയിൽ നിന്ന് വിളിപ്പിക്കും, നിങ്ങളെ ഹിയറിംഗിന് വിളിപ്പിക്കും. എങ്ങനെ പോയാലും ഒരു 5-6 മാസം അങ്ങോട്ടും കയറി ഇറങ്ങേണ്ടി വരും. FIR-ൽ പിന്നെയുമുണ്ട് പിഴവുകൾ. മർദ്ദനമുണ്ടായ ഒക്ടോബർ 27 രാവിലെ 10:30യോടെയാണ് വിദ്യാർത്ഥിയുടെ അമ്മ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി പരാതി അറിയിച്ചത്. എന്നാൽ FIR-ൽ പോലീസിന് വിവരം ലഭിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 28-ാം തീയതി രാത്രി 9-ന്. ഇത്തരം പിഴവുകളും ഒഴിവാക്കലുകളും ഇല്ലാതാക്കുന്നത് ഒരു ദളിത് കുടുംബത്തിന് ലഭിക്കേണ്ട നീതിയാണ്. VS അനു, ന്യൂസ് 18 തിരുവനന്തപുരം. പഞ്ചാബിലെ ലുധിയാന കോടതി സമുച്ചയത്തിലുണ്ടായ സ്ഫോടനത്തിൽ അന്വേഷണം ഊർജിതമാക്കി. ചാവേർ ആക്രമണ സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. സ്ഫോടനത്തെ തുടർന്ന് നഗരത്തിൽ നിരോധനാജ്ഞ തുടരുകയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് 12:30യോടെയായിരുന്നു ജില്ലാ കോടതി കെട്ടിടത്തിൽ സ്ഫോടനമുണ്ടായത്. സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 5 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സംഭവത്തിന് പിന്നാലെ സ്ഥലത്തെത്തിയ പോലീസ് സംഘം അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ചാവേർ ആക്രമണ സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. NIA ഫോറൻസിക് സംഘങ്ങളും സ്ഥലത്ത് പരിശോധന നടത്തി. സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. സ്ഫോടനം നടന്ന ശുചിമുറി പൂർണ്ണമായും തകർന്ന നിലയിലാണ്. സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ ഉന്നതതല യോഗം വിളിച്ചിരുന്നു.
മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചന്നിയും ഉപമുഖ്യമന്ത്രി SS രൺദവിയും സംഭവസ്ഥലം സന്ദർശിച്ചു. നഗരത്തിൽ ജനുവരി 13 വരെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് സുരക്ഷ ശക്തമാക്കി. ന്യൂസ് 18 ഡൽഹി. നാളെ ക്രിസ്മസ് ആഘോഷങ്ങൾക്കൊരുങ്ങുകയാണ് ലോകം. സംസ്ഥാനത്തെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഇന്ന് തിരുക്കർമ്മങ്ങൾ നടക്കും. കുർബാന ഏകീകരണം സംബന്ധിച്ച് തർക്കം നിലനിൽക്കുന്നതിനാൽ കർദിനാൾ ജോർജ് ആലഞ്ചേരിയുടെ കുർബാന എവിടെയാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. സാധാരണ സെന്റ് മേരീസ് ബസിലിക്കയിലായിരുന്നു കർദിനാൾ കുർബാന അർപ്പണം നടത്തിയിരുന്നത്. ഇത്തവണ അത് സഭാ ആസ്ഥാനമായ മൗണ്ട് സെന്റ് തോമസിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസിസി കത്തീഡ്രലിൽ ക്രിസ്മസ് കുർബാനയ്ക്ക് നേതൃത്വം നൽകും. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ രാത്രി 8 മണിക്ക് ആരംഭിക്കുന്ന തിരുകർമ്മങ്ങൾ ബെസേലിയോസ് ക്ലിമീസ് കത്തോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിക്കും. പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ തിരുകർമ്മങ്ങൾക്ക് ആർച്ച് ബിഷപ്പ് M സൂസപ്പാക്യം നേതൃത്വം നൽകും. എല്ലായിടത്തും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാവും ചടങ്ങുകൾ. ഓർത്തഡോക്സ് സഭ പുതിയ 7 മെത്രാപ്പൊലീത്തമാരെ തെരഞ്ഞെടുക്കുന്നു. ഫെബ്രുവരിയിൽ തെരഞ്ഞെടുപ്പിലൂടെ മെത്രാന്മാരെ കണ്ടെത്താനാണ് തീരുമാനം. പള്ളികളിലെ ഹിതപരിശോധനാ വിഷയത്തിൽ സർക്കാർ നിലപാട് അറിഞ്ഞ ശേഷം പ്രതികരിക്കാനാണ് സഭയുടെ തീരുമാനം. 7 മെത്രാപ്പൊലീത്തമാരുടെ ഒഴിവാണ് ഓർത്തഡോക്സ് സഭയിലുള്ളത്. എന്നാൽ ഇതിനകം തന്നെ 40ഓളം പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. ഡിസംബർ 28 വരെ പത്രിക സമർപ്പിക്കാം. പത്രികകൾ പരിശോധിച്ച ശേഷം 14 പേരുടെ പേര് സ്ക്രീനിംഗ് കമ്മിറ്റി കാതോലിക്ക ബാവയ്ക്ക് കൈമാറും. തുടർന്ന് മാനേജിംഗ് കമ്മിറ്റി ഇത് 11 ചുരുക്കും. 2022 ഫെബ്രുവരി 25 7 മെത്രാപ്പൊലീത്തന്മാരെ സഭയ്ക്ക് വേണ്ടി തെരഞ്ഞെടുക്കുവാൻ വോളന്റിയറിൽ വെച്ച് മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ ചേരുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. സഭാതർക്കത്തിൽ സർക്കാർ നിയമനിർമ്മാണത്തിന് പോകില്ലെന്ന വിശ്വാസത്തിലാണ് ഓർത്തഡോക്സ് സഭ. ജസ്റ്റിസ് KT തോമസ് അധ്യക്ഷനായ നിയമപരിഷ്കരണ കമ്മീഷൻ ശുപാർശയിൽ സർക്കാർ നിലപാട് അറിഞ്ഞ ശേഷം തുടർ നടപടി സ്വീകരിക്കാനാണ് ആലോചന. ഓരോന്നിനും ഗവൺമെന്റിന്റെ പരിഗണനയിൽ ഇരിക്കുകയാണല്ലോ. ഗവൺമെന്റ് അതിനെക്കുറിച്ചൊന്നും അസന്നിഗ്ധമായിട്ട് അതൊക്കെ അംഗീകരിക്കുമെന്നോ അംഗീകരിക്കില്ലെന്നോ നടപ്പാക്കുമെന്നോ ഒന്നും ആരോടും പറഞ്ഞിട്ടില്ല. അത് നമുക്കതിനെക്കുറിച്ച് അറിവില്ല. കോടതികളൊന്നും ഇതുവരെയും ഗവൺമെന്റിന്റെ ഒരു സത്യവാങ്മൂലം ഒന്നിനെക്കുറിച്ചും കൊടുത്തതായിട്ട് അറിവില്ല. 10 വർഷത്തിന് ശേഷമാണ് സഭയിൽ പുതിയ മെത്രാപ്പൊലീത്തമാരെ തിരഞ്ഞെടുക്കുന്നത്. 45നും 55നും ഇടയിൽ പ്രായമുള്ള അവിവാഹിതരായ വൈദികർക്കാണ് മെത്രാപ്പൊലീത്തമാരാകാൻ അവസരം. ന്യൂസ് 18 കോട്ടയം. മണ്ഡലപൂജയ്ക്കൊരുങ്ങി സന്നിധാനം. തങ്കയങ്കി ഘോഷയാത്ര നാളെ ഉച്ചയോടെ പമ്പയിലെത്തും. 41 ദിവസം നീളുന്ന മണ്ഡലകാല ഉത്സവം ഭംഗിയായി പര്യവസാനിക്കുമെന്ന് മേൽശാന്തി N പരമേശ്വരൻ നമ്പൂതിരി ന്യൂസ് 18നോട് പറഞ്ഞു. കാനനപാത തുറക്കുന്നത് അയ്യപ്പന്മാരുടെ ആഗ്രഹ സാഫല്യത്തിനാണ് വഴിവെക്കുന്നത്. നേരിട്ട് നെയ്യഭിഷേകം നടത്താൻ അനുമതി നൽകിയത് ഭക്തർക്ക് സംതൃപ്തി നൽകുന്ന നടപടിയാണ്. ഇത്തവണ ശബരിമലയിൽ നിന്ന് ആർക്കും കോവിഡ് ബാധിച്ചില്ല എന്നതും സന്തോഷം നൽകുന്നുവെന്നും N പരമേശ്വരൻ നമ്പൂതിരി പറഞ്ഞു. മണ്ഡലപൂജയ്ക്ക് സന്നിധാനം ഒരുങ്ങുന്ന സാഹചര്യത്തിലാണ് ബഹുമാന്യ മേൽശാന്തി നമ്മളോടൊപ്പം ചേരുന്നത്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചടങ്ങാണ് തങ്കയങ്കി അണിഞ്ഞുള്ള ദീപാരാധനയും പിന്നീടുള്ള ഈ മണ്ഡലപൂജയുമൊക്കെ. എങ്ങനെയാണ് അതിനെ ഭക്തജനങ്ങൾ കാണേണ്ടത്? സംസരണം വളരെ ഭംഗിയായിട്ട് ഒരു മണ്ഡലക്കാലം 41 ദിവസത്തെ ഒരു മണ്ഡലക്കാലം അവസാനിക്കുകയാണ്. ആദ്യം കോവിഡിൻ്റെയും പ്രളയത്തിൻ്റെയും മഹാമാരിയുടെയൊക്കെ ഭീതിയിൽ നിന്നും മാറി ആദ്യം 25,000 പേർ, 20,000 പേർ, 25,000 പേർക്കായിരുന്നു ദർശനം. പിന്നീട് 30,000-ആയി, 40,000-ആയി, ഇപ്പോൾ 60,000-ആയി. ഈ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും അയ്യപ്പ ഭക്തന്മാർ ശബരിമലയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സമാധാനപരമായ സന്തോഷപൂർണമായ ഒരു ഉത്സവാന്തരീക്ഷത്തിൽ ഈ മണ്ഡലപൂജ അവസാനിപ്പിക്കുമ്പോൾ 25-ാം തീയതി വൈകിട്ട് ആറന്മുള ക്ഷേത്രത്തിൽ നിന്നും തങ്കയങ്കി ഘോഷയാത്ര പുറപ്പെട്ടു കഴിഞ്ഞു. 25-ാം തീയതി വൈകിട്ട് ഇവിടെ ക്ഷേത്രത്തിലെത്തുമ്പോൾ തന്ത്രിയും മേശാന്തിയും ചേർന്ന് സ്വീകരിച്ച് ദീപാരാധനയ്ക്ക് നടയടയ്ക്കുമ്പോൾ ചാർത്തി ദീപാരാധന നടത്തും. പിറ്റേന്നാണ് 26-ാം തീയതി ഉച്ചപൂജയ്ക്ക് ആണ് മണ്ഡലപൂജ നടക്കുന്നത്. ഈ മണ്ഡലപൂജയ്ക്ക് പ്രസന്ന പൂജയോടുകൂടി വീണ്ടും ഈ തങ്കയങ്കി ചാർത്തി കർപ്പൂര
ആരതി നടത്തി വീണ്ടും ഭക്തജനങ്ങൾക്ക് ദർശിക്കാവുന്നതാണ്. അന്നത്തെ ദീപാരാധന അവരെ ഈ തങ്കയങ്കി ദർശിക്കാനുള്ള ഭാഗ്യം ഭക്തജനങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാ അയ്യപ്പ ഭക്തന്മാർക്കും വളരെ ഭംഗിയായി ഈ മണ്ഡലകാലം അവസാനിക്കുന്നത് ഭംഗിയായിട്ട് നടക്കുന്നത് വളരെ സന്തോഷമുണ്ട്. വളരെ നല്ല രീതിയിൽ ഈ പര്യവസാനിക്കുന്നതിന് സഹകരിച്ച എല്ലാ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും പോലീസ് അയ്യപ്പന്മാരുടെയും മറ്റ് ഗവൺമെൻറ് സ്റ്റാഫുകളും അയ്യപ്പ സേവാ സംഘം മറ്റ് ഗവൺമെൻറ് ഇതര വിഭാഗങ്ങളും എല്ലാവരുടെയും കൂട്ടായ നല്ല പ്രവർത്തനങ്ങൾ കൊണ്ട് പുണ്യം പൂങ്കാവനം പോലെയുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ കൊണ്ടും ശബരിമലയെ ഭക്തിസാന്ദ്രമാക്കുന്നതിനും ഭക്തിയുടെ പാരമ്യ കൂടിയിലെത്തുന്ന ഈ മണ്ഡലപൂജയോടുകൂടി 41 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തോടുകൂടിയ ഈ മഹോത്സവം സമാപിക്കുകയാണ്. അന്യാധീനപ്പെട്ട സ്വത്തുക്കൾ തിരിച്ചുപിടിക്കാൻ വഖഫ് ബോർഡ് നടപടിയെടുക്കുന്നില്ലെന്ന പരാതിയുമായി കോഴിക്കോട്ടെ പ്രശസ്തമായ മതപഠന കേന്ദ്രം തർബിയത്തുൽ ഇസ്ലാം സഭ. ലക്ഷങ്ങൾ വരുമാനം ലഭിക്കേണ്ട സഭയുടെ ഭൂമിയും കെട്ടിടവും അന്യാധീനപ്പെട്ടതോടെ പൊതുജനങ്ങളുടെ സംഭാവനയിലാണ് ഇപ്പോൾ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. സ്വത്തുക്കൾ തിരിച്ചുപിടിക്കാൻ വഖഫ് ബോർഡ് ഓഫീസുകൾ കയറിയിറങ്ങിയതല്ലാതെ ഒരു പരിഹാരവും ഉണ്ടാകുന്നില്ലെന്ന് കമ്മിറ്റി ഭാരവാഹി ന്യൂസ് 18നോട് പറഞ്ഞു. കോഴിക്കോട് നഗരത്തിലെ പ്രശസ്തമായ മതപഠന കേന്ദ്രമാണ് തർബിയത്തുൽ ഇസ്ലാം സഭ. സഭയ്ക്ക് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട ചാലിയത്തും മൂരിയാടുമുള്ള ഭൂമിയും നഗരത്തിലെ കെട്ടിടങ്ങളും അന്യാധീനപ്പെടുകയോ സ്വകാര്യ വ്യക്തികളുടെ നിയന്ത്രണത്തിലേക്ക് പോവുകയോ ചെയ്തു. അന്യാധീനപ്പെട്ട സ്വത്തുക്കൾ തിരിച്ചുപിടിക്കാൻ നിയമപോരാട്ടം നടത്തുകയാണ് തർബിയത്തുൽ ഇസ്ലാം സഭ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരനുമായ കോയട്ടി. വഖഫ് ബോർഡ് നിലപാടുകൾ സ്വത്ത് അന്യാധീനപ്പെടാൻ ഇടയാക്കിയിട്ടുണ്ടെന്ന് കോയട്ടി ന്യൂസ് 18നോട് പറഞ്ഞു. ബോർഡിൻ്റെ വക്കീല് വേണ്ട രീതിയിൽ എന്താകുന്നില്ല, കോടതിയിൽ ഇതല്ല. നമ്മൾ സ്വകാര്യ വക്കീലിനെ വെക്കുമ്പോൾ ചില വക്കീൽമാർക്ക് ഉണ്ടാകുന്ന സ്വാഭാവിക വീഴ്ച വെച്ചാൽ വക്കീൽമാരെത്തതായാലും നമ്മളെ സഹായിക്കാനാണ് ബോർഡിൻ്റെ വക്കീൽ. പലപ്പോഴും ബോർഡിൻ്റെ വക്കീൽ ഒരു പ്രഗത്ഭനായ അഭിഭാഷകർ ഉണ്ടാവാറില്ല. സ്വത്ത് തിരിച്ചുപിടിക്കാൻ കമ്മിറ്റികൾ നടത്തുന്ന നീക്കത്തിന് വഖഫ് ബോർഡിൽ നിന്ന് പിന്തുണയുണ്ടാകുന്നില്ല. എത്രയോ നമ്മളൊക്കെ പരാതികൾ അവിടെ കിടക്കുകയാണ്. ഇപ്പോൾ എന്ത് പറയും, എന്നിട്ട് കുറേ എറണാകുളത്തേക്ക് മാറ്റി നടക്കും. കല്ലൂർ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് ഞാൻ ഒരുപാട് പോകും. അപ്പോൾ നോക്കുമ്പോൾ ഫയൽ ഉണ്ടാവില്ല. അങ്ങനെ ഫയൽ കോഴിക്കോട് ഡിവിഷനിലൊക്കെ അയച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കോഴിക്കോട് സൂപ്രണ്ട് മാറിയിട്ടുണ്ടാവും. പിന്നെ വരുന്ന ചെയർമാർക്ക് ഇതൊന്നും അറിയില്ല. വഖഫ് ബോർഡ് ലക്ഷ്യത്തിൽ നിന്ന് അകന്നതുകൊണ്ടാണ് ഇത്രയധികം ഭൂമി അന്യാധീനപ്പെടാൻ ഇടയായതെന്നും കോയട്ടി വിമർശിക്കുന്നു. വഖഫ് ബോർഡ് അതിൻ്റെതായ ലക്ഷ്യത്തിൽ പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് അന്യാധീനപ്പെടുന്നതും അതുപോലെ ഏതെങ്കിലും കമ്മിറ്റിക്കാർ ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ പേരിൽ നടപടിയെടുക്കാത്തതും. 1936 സ്ഥാപിതമായ തർബിയത്തുൽ ഇസ്ലാം സഭയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് പാണക്കാട് മുനവ്വർ ശിഹാബ് തങ്ങളാണ്. വഖഫ് സ്വത്തുക്കൾ പലതും അന്യാധീനപ്പെട്ടതോടെ വിശ്വാസികൾ നൽകുന്ന സംഭാവന ഉപയോഗിച്ചാണ് ഇപ്പോൾ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18 കോഴിക്കോട്. കോഴിക്കോട് കുരുവട്ടൂർ കോരമംഗലം കോളനിയിലെ 26 പട്ടികജാതി കുടുംബങ്ങൾക്ക് ശുദ്ധജല ആവശ്യങ്ങൾക്ക് ഏക ആശ്രയം വെൽഫെയർ സ്കൂളിലെ കിണറാണ്. കടുത്ത വേനലിൽ കിണർ വറ്റുമ്പോൾ ശുദ്ധജലത്തിനായി കിലോമീറ്ററുകളോളം ഇവർക്ക് നടക്കേണ്ടി വരുന്നുണ്ട്. സമീപ പ്രദേശങ്ങളിലെല്ലാം ശുദ്ധജല പൈപ്പ് ലൈൻ എത്തിയെങ്കിലും പതിറ്റാണ്ടുകളായി കോളനിയിലെ ആൾക്കാർക്ക് വെള്ളത്തിനായി മലയിറങ്ങേണ്ട അവസ്ഥയാണ്. 4 സെന്റിലാണ് വീട്. ആ 4 സെന്റിൽ വീട് ഞങ്ങൾ അടുത്തടുത്ത വീടായതിനെ കൊണ്ട് ആരും കുഴൽക്കിണർ കുഴിക്കാൻ കഴിയില്ല. അപ്പോൾ ഞങ്ങൾ സ്കൂളിൻ്റെ അടുത്ത് നിന്നാണ് ഇപ്പോൾ വെള്ളം എടുക്കുന്നത്. സ്കൂൾ കിണറിന് വെള്ളം എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ വന്ന് വെള്ളം കോരി കൊണ്ടുവെക്കണം. സ്കൂൾ 9 മണിക്ക് തുറക്കും. ആ 9 മണിയൊക്കെ തുറക്കുന്നതിൻ്റെ അടുത്ത് ഞങ്ങൾ വെള്ളം എടുക്കണം. വെള്ളം എടുത്ത് കഴിഞ്ഞ് 9 മണിയാകുമ്പോൾ പൂട്ട്. പിന്നെ അത് സ്കൂള് പൂട്ടി കഴിഞ്ഞ് 5 മണിക്ക് ശേഷം പിന്നെ വെള്ളം എടുക്കാൻ കഴിയുള്ളൂ. ഇരുപത്താറ് പട്ടികജാതി കുടുംബങ്ങളുണ്ട് കോരമംഗലം കോളനിയിൽ. 4 സെന്റിലാണ് ഓരോ വീടുകളും. 3ാമത്തെ തലമുറയാണ് ഇവിടെ ജീവിക്കുന്നത്. എല്ലാ കാലത്തും കുടിവെള്ളത്തിനായി ഇവർ മലയിറങ്ങേണ്ടി വരുന്നു. സമീപത്തെ സ്കൂൾ കിണറാണ് ഇപ്പോഴത്തെ ആശ്രയം. ക്ലാസ് നടക്കുന്ന സമയത്ത് വെള്ളമെടുക്കാൻ അനുമതിയില്ല. വേനൽ കടുത്താൽ കിലോമീറ്ററോളം നടന്നാണ് കോളനിയിലെ സ്ത്രീകൾ വെള്ളമെത്തിക്കുന്നത്.
പുതിയ പദ്ധതി പ്രകാരം ജൽജീവൻ പദ്ധതി പ്രകാരം പൈപ്പ് ലൈൻ കോളനികളിലേക്ക് നീട്ടുകയും ഈ കുടിവെള്ളം കിട്ടാതെ വിഷമം അനുഭവിക്കുന്ന എല്ലാ ആളുകളുടെയും വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള അടിയന്തര നടപടികൾ ഉണ്ടാവണം. ശുദ്ധജല സൗകര്യം ഒരുക്കുന്നതിൽ വീഴ്ച സംഭവിച്ചെന്ന് പഞ്ചായത്ത് അധികൃതർ തന്നെ സമ്മതിക്കുന്നു. വീഴ്ചയാണത്, കാരണം റെസി കോളനിയാണത്. അപ്പൊ ആ കോളനിയിലേക്ക് വെള്ളം കിടക്കുക, ഒരുവിധം കോളനിയിലേക്കൊക്കെ വെള്ളം ആയിക്കഴിഞ്ഞു. അതെന്താ പറ്റിയെന്നുള്ള നമുക്ക് അറിയില്ല. എന്തായാലും ഇനി വരുന്നതുണ്ടെങ്കിൽ അവിടെ ഒരു പദ്ധതിക്കുള്ള സംവിധാനം ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കി കൊടുക്കാൻ തയ്യാറാണ്. എത്രയോ തലമുറകളായി ഈ കോളനിയിലുള്ളവർ ശുദ്ധജലത്തിനു വേണ്ടി നെട്ടോട്ടമോടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേവലം ഒരു പഞ്ചായത്തിന്റെ അനാസ്ഥ മാത്രമായി ചുരുക്കി കാണാൻ കഴിയില്ല. മറിച്ച് പട്ടികജാതിക്കാരോടുള്ള അവഗണന എന്നുള്ള രീതിയിൽ തന്നെ ഇത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ക്യാമറാമാൻ സ്വരൂപ് നിവേദ്യയ്ക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. കരമന കളിക്കാവിള ദേശീയപാതയിൽ ബാലരാമപുരത്ത് റോഡിന്റെ വീതി കൂട്ടാത്തത് യാത്രക്കാരുടെ ദുരിതം ഇരട്ടിപ്പിക്കുന്നു. പ്രാവച്ചമ്പലത്ത് നിന്നും പാഞ്ഞെത്തുന്ന വാഹനങ്ങൾ മണിക്കൂറുകളോളം ഇഴഞ്ഞാണ് ബാലരാമപുരം ജംഗ്ഷൻ കടക്കുന്നത്. ദേശീയപാത വികസനം അട്ടിമറിക്കുന്നതിനെതിരെ സെക്രട്ടേറിയറ്റ് മുന്നിൽ പ്രതിഷേധം നടത്താൻ ഒരുങ്ങുകയാണ് ആക്ഷൻ കൗൺസിൽ. കരമന കളിയിക്കാവിള ദേശീയപാത വികസനം ആരംഭിച്ചത് 2010-ലാണ്. 11 വർഷങ്ങൾക്കിപ്പുറം ബാലരാമപുരത്തിന് സമീപം കൊടിനട വരെ മാത്രമാണ് വികസനം യാഥാർത്ഥ്യമായത്. ആദ്യഘട്ടത്തിൽ കരമന മുതൽ പ്രാവച്ചമ്പലം വരെയും രണ്ടാം ഘട്ടത്തിൽ പ്രാവച്ചമ്പലം മുതൽ കൊടിനട വരെയുമാണ് 4 വരിപ്പാത ആക്കിയത്. രണ്ടാം ഘട്ടത്തിൽ പ്രാവച്ചമ്പലം മുതൽ വഴിമുക്ക് വരെയാണ് റോഡിന്റെ വീതി കൂട്ടാൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ബാലരാമപുരം ജംഗ്ഷനിലെ വ്യാപാരികളുടെ എതിർപ്പിനെ തുടർന്ന് അത് കൊടിനട വരെയാക്കി ചുരുക്കി. ഇതോടെ കൊടിനട മുതൽ വഴിമുക്ക് വരെയുള്ള 1.5 കിലോമീറ്റർ താണ്ടണമെങ്കിൽ ഒരുപാട് സമയം കാത്തുകിടക്കേണ്ട അവസ്ഥയാണ്. ഡെയിലി ഇതാണ്, ഇത്ര മണിക്കൂറാണെങ്കിൽ നമ്മൾ ബ്ലോക്കിൽ കിടന്നിട്ടാണ് പോണെന്ന് അറിയാം. ഇനി ഇവിടുന്ന് ഈ 100 മീറ്റർ താണ്ടണമെങ്കിൽ ഏകദേശം 2 മണിക്കൂർ വേണ്ടി വരും. ഇത് വർഷങ്ങളായിട്ട് തുടങ്ങിയ വെച്ച റോഡാണ്. ഇതിനു മുമ്പ് വെറും ഇവിടെ നമ്മുടെ കരമനയിൽ നിന്ന് ഇവിടെ വരെ എത്തിയിട്ടുള്ളൂ. ഇനി ഇവിടെ നിന്ന് പോകണമെങ്കിൽ ഇനി ഒരു 10 വർഷം കൂടി എനിക്കുണ്ട്. എന്നാലും എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൊടിനട മുതൽ വഴിമുക്ക് വരെ റോഡിന്റെ വീതി കൂട്ടുന്നതിന് കിഫ്ബി ഫണ്ട് അനുവദിച്ചിരുന്നു. ഇതിനു പിന്നാലെ വികസനത്തിന് ആവശ്യമായ ഭൂമി തിട്ടപ്പെടുത്തി കല്ലിട്ടു. എന്നാൽ പിന്നീട് തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. ദേശീയപാത വികസനം അട്ടിമറിക്കാനുള്ള ശ്രമത്തിനെതിരെ സമരം ആരംഭിക്കാനാണ് പാത വികസന ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ പുതുവത്സര ദിനത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ബഹുജന ധർണ സംഘടിപ്പിക്കും. ന്യൂസ് 18, തിരുവനന്തപുരം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് മാലിന്യങ്ങൾ അലക്ഷ്യമായി തള്ളുന്നു. അത്യാഹിത വിഭാഗത്തിന് സമീപം റോഡിനോട് ചേർന്ന സ്ഥലത്താണ് കോവിഡ് FLTCകളിൽ നിന്നുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കം കവറിനാക്കി തള്ളുന്നത്. അത്യാഹിത വിഭാഗത്തിനും ദന്താശുപത്രിക്കും ഇടയിലുള്ള വഴിയോരത്താണ് പ്ലാസ്റ്റിക് കവറിലാക്കി മാലിന്യങ്ങൾ അലക്ഷ്യമായി തള്ളിയിരിക്കുന്നത്. ഹോമിയോ കോളേജിലെ കോവിഡ് FLCTകളിൽ നിന്നുള്ള 500 ടണ്ണോളം മാലിന്യങ്ങൾ ഇവിടെ കുന്നുകൂടി കിടക്കുകയാണ്. കൂടാതെ മെഡിക്കൽ കോളേജിലെ ഭക്ഷണ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ മാലിന്യങ്ങൾ വേറെയുമുണ്ട്. മാലിന്യങ്ങൾ കത്തിക്കാൻ സ്ഥാപിച്ച ഇൻസിനറേറ്ററിൻ്റെ പ്രവർത്തനം മന്ദഗതിയിലായതോടെയാണ് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നത്. മണിക്കൂറിൽ 150 കിലോ മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള ശേഷിയെ ഇവിടെയുള്ള ഇൻസിനറേറ്ററിനുള്ളൂ. മൂക്കുപൊത്താതെ പ്രദേശത്തുകൂടി നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. വാർഡുകളിൽ നിന്ന് ഗുരുതരമായ രോഗങ്ങളുള്ള അതല്ലെങ്കിൽ കോവിഡ് രോഗികളൊക്കെ അഡ്മിറ്റ് ആകുന്ന വാർഡുകളിൽ നിന്ന് കൊണ്ടുവന്ന അവശിഷ്ടങ്ങളാണ് അവിടെ കൂട്ടിയിരിക്കുന്നത്. അതും വലിയൊരു വസ്തുതയാണ്. ഇതിനൊക്കെ ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും അവ പെട്ടെന്ന് തന്നെ അവിടുന്ന് മാറ്റാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണം. മെഡിക്കൽ കോളേജ് പരിസരത്ത് മാലിന്യ പ്രശ്നം രൂക്ഷമായതോടെ മലിനീകരണ നിയന്ത്രണ ബോർഡ് അധികൃതർ കഴിഞ്ഞ ദിവസം സ്ഥലം സന്ദർശിച്ചിരുന്നു. മാലിന്യങ്ങൾ സംസ്കരിക്കാൻ ഉടൻ തന്നെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മലിനീകരണ നിയന്ത്രണ ബോർഡ് മെഡിക്കൽ കോളേജ് അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18, കോഴിക്കോട്. കടുവാ ഭീതിയിലായ മാനന്തവാടി കുറുക്കൻമൂലയിലും പരിസര ഗ്രാമങ്ങളിലും വനംവകുപ്പ് രാപകൽ ഭേദമില്ലാതെ തെരച്ചിൽ നടത്തുമ്പോൾ 2 കരിവീരന്മാരും കൂട്ടിനുണ്ട്. കഴിഞ്ഞ 26 ദിവസമായി കടുവയ്ക്കായി കാടിളക്കി തിരയുമ്പോൾ തിരച്ചിൽ സംഘത്തിൽ 2 താരങ്ങൾ ഒരു കാലത്ത് കാടും നാടും ഒരുപോലെ വിറപ്പിച്ച വനപാലകരുടെ ഉറക്കം കളഞ്ഞ പോക്രികളായിരുന്ന കല്ലൂർ കൊമ്പനും വടക്കനാട് കൊമ്പനും ആണ്. ഇവരെ 2 പേരെയും പിടികൂടി മെരുക്കിയപ്പോൾ കേരളത്തിൽ തന്നെ മികച്ച കുങ്കിയാനകളാക്കി മാറ്റിയിരിക്കുകയാണ് വനംവകുപ്പ്. വയനാട് കുറുക്കൻമൂലയിൽ നിന്ന് രതീഷ് വാസുദേവന്റെ റിപ്പോർട്ട്.
വയനാട് കുറുക്കൻമൂലയിലെ ഈ തേക്കിൻതോട്ടത്തിൽ അനുസരണക്കാരായി കാഴ്ചക്കാർക്ക് സെൽഫി എടുക്കാൻ നിന്നുകൊടുക്കുന്ന ഈ കുങ്കിയാനകൾ ഒരു കാലത്ത് കാടും നാടും കിടുകിട വിറപ്പിച്ച ചട്ടമ്പികളായ ഒറ്റയാന്മാരായിരുന്നു. കടുവയെ തേടാനുള്ള വനംവകുപ്പിന്റെ ദൗത്യസംഘത്തിലെ പ്രധാന സഹായികളാണ് ഇന്ന് ഈ രണ്ട് കൊമ്പന്മാർ. നൂൽപ്പുഴ പഞ്ചായത്തിലെ നാട്ടുകാരുടെ പേടിസ്വപ്നമായിരുന്നു കല്ലൂർ കൊമ്പനും വടക്കനാട് കൊമ്പനും. പിന്നീട് ഇവയെ പിടികൂടി മെരുക്കി ഇന്ന് മികച്ച കുങ്കിയാനകളായി ഇവ മാറിക്കഴിഞ്ഞു. ഇത് ഇവരുടെ രണ്ടാളുടെയും ഏറ്റവും കൂടുതൽ ഭീകരത ഉണ്ടാകുന്നത് 2014-15 കാലഘട്ടത്തിലാണ്. 2013 ഉണ്ടായിരുന്നു. എല്ലാ ആനകളും ശല്യക്കാരല്ല. ആനകളെന്ന് പറഞ്ഞ സാധു ജീവികളാണ്. അവരെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ ശല്യപ്പെടുത്തുമ്പോഴാണ് നമ്മൾക്ക് അവർ ശത്രുക്കളായി തീരുന്നത്. അപ്പോൾ അങ്ങനെ ശല്യം വന്ന സമയത്ത് ഗണേഷ് കുമാർ മിനിസ്റ്റർ തിരുനെല്ലി വരുന്ന സമയത്ത് അദ്ദേഹം വനംവകുപ്പ് മന്ത്രിയാണ്. ഞങ്ങൾ ആവശ്യപ്പെട്ടു ശല്യക്കാര ആനകളെ പിടിച്ച് മെരുക്കി വളർത്തണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അന്നും തിരുനെല്ലി പഞ്ചായത്തിൽ 84 ആൾക്കാരെ കൊന്നു, വയനാട്ടിൽ തന്നെ കുറേ ആൾക്കാരെ കൊല്ലപ്പെട്ടാണ്. അപ്പം അന്ന് അദ്ദേഹം ആ തീരുമാനത്തിന് തയ്യാറായി. പക്ഷേ അന്നിരുന്ന് ഉയർന്നൊരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു, സാർ ഇത് പാരിസ്ഥിതിക വിഷയം വരും, ആയതുകൊണ്ട് അത് പ്രയാസമാണ് സാറേ, അതിന് അംഗീകാരം കൊടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ കേരളത്തിന് വനംവകുപ്പ് മന്ത്രിയാണ്, ഞാനിടുന്ന ഉത്തരവ് നിങ്ങൾ അംഗീകരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അത്തരത്തിലൊരു വനംവകുപ്പ് മന്ത്രി പിന്നീട് കേരളത്തിൽ കിട്ടിയിട്ടില്ല, അതിന് മുമ്പ് ഉണ്ടായിട്ടില്ല. അദ്ദേഹം കൊടുത്ത ഉത്തരവാണ് പിന്നെ വടക്കനാട് കൊമ്പനെയും ഈ പറഞ്ഞിരിക്കുന്ന കല്ലൂർ കൊമ്പനെയും പിടിച്ചത്. ആ പിടിച്ചതിന് ശേഷം കുറേ പ്രശ്നങ്ങൾ, പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് ഇതിനെ തുറന്നു വിടണമെന്ന് പറഞ്ഞ വിഷയം ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ എതിരായിട്ട് ശക്തമായ സമരം സംഘടിപ്പിച്ച് അവരെ പിടിച്ച് മെരുക്കിയെടുത്തു. അവരിന്ന് മനുഷ്യനോട് ഇണങ്ങി ജീവിക്കുന്ന രണ്ട് കുങ്കിയാനികളായി. വളരെ കൗതുകമാണ് ആനകളെ സംബന്ധിച്ചിട്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു വനത്തിലുള്ള ജീവികൾ ആനയാണ്. ഒരിക്കലും കണ്ടാൽ മതി വരാത്തൊരു മൃഗമാണ് ആന. അവരെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ ശത്രുക്കളല്ല. 2016 നവംബർ 22-നാണ് ഇപ്പോൾ ഭാരതൻ എന്ന് പേരിട്ടിരിക്കുന്ന കല്ലൂർ കൊമ്പനെ മയക്കുവെടി വെച്ച് പിടികൂടിയത്. കർഷകനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിനെ തുടർന്നുണ്ടായ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്നായിരുന്നു വനം വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശം. അങ്ങനെ മയക്കുവെടി വെച്ച് പിടികൂടി. 2018 മെയ് 30-ന് പൊൻകുഴിയിൽ ആദിവാസി ബാലനെ കുത്തിക്കൊലപ്പെടുത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ വിക്രം എന്ന് പേരിട്ടിരിക്കുന്ന വടക്കനാട് കൊമ്പനെ മയക്കുവെടി വെച്ച് പിടികൂടാൻ സംസ്ഥാന വനം വകുപ്പ് മേധാവി ഉത്തരവിട്ടത്. പണ്ട് ഭീതി വയനാട്ടിലെ കിടുകിട പറപ്പിച്ച കാട്ടുകൊമ്പന്മാരായിരുന്നു. ഇന്ന് മനുഷ്യരോടിണങ്ങി മനുഷ്യൻ്റെ ആജ്ഞ അനുസരിക്കുന്ന, മനുഷ്യനോടൊപ്പം നിൽക്കുന്ന രണ്ട് സുഹൃത്തുക്കളായി തീർന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോഴും പിന്നെ കല്ലൂർ കൊമ്പനിടയ്ക്കൊക്കെ ചിലപ്പോൾ കുറുമ്പ് കാണിക്കാറുണ്ട്. മിനിഞ്ഞാന്നും വരുന്ന സമയത്ത് അവൻ കുറുമ്പ് കാണിച്ചു, ആ ചെറിയ കുറുമ്പ് കാണിക്കുന്നുണ്ട്. പിന്നെ മനുഷ്യരിലും വ്യത്യസ്ത സ്വഭാവക്കാരല്ലേ, തെമ്മാടികൾ ആൾക്കാരുണ്ട്, കുഴപ്പമുണ്ടാക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞാൽ അവരിലുണ്ട് സ്വതസിദ്ധമായ ചില സ്വഭാവങ്ങളുണ്ട്. അത് പൂർണ്ണമായിട്ടും മാറില്ല, എങ്കിലും അവൻ ഇപ്പോഴും ചില കുറുമ്പ് കാണിക്കുക. അതൊരു രസകരമായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ. എന്നാൽ വടക്കനാട് കൊമ്പൻ അത്ര വലിയ പ്രശ്നങ്ങളില്ല. കല്ലൂർ കൊമ്പൻ ഇടയ്ക്കിടയ്ക്ക് ചില കുറുമ്പ് കാണിക്കാറുണ്ട്. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ അവനത് കാണിക്കുന്നുണ്ടായിരുന്നു. നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിഷയമില്ല. അവരെ പാപ്പാമാരെ അവർ അനുസരിക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇവർ 5 ആൾക്കാരെ മൊത്തത്തിൽ കൊലപ്പെടുത്തിയിട്ടുണ്ട്. വടക്കനാടും പിന്നെ പനമരം ടൗൺ വരെ വന്നിട്ടുണ്ടായിരുന്നു ഒരു കൊമ്പൻ. ആ വടക്കനാട് കൊമ്പുന്നുണ്ട്. കല്ലൂർ കൊമ്പൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്ധ്യ ആകുമ്പോൾ അവൻ പുറത്തിറങ്ങും. റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ ആക്രമിക്കുമായിരുന്നു. വലിയ ഭീതിയായിരുന്നു. ഫോറസ്റ്റുകാരെ ചെന്ന ഫോറസ്റ്റുകാരടക്കം തിരിച്ചു ഓടിക്കുമായിരുന്നു. അത്ര ഭീതി വരുത്തുന്നതായിരുന്നു. അതിനുശേഷമാണ് ഇവനെ പിടിക്കാണ്ട് യാതൊരു മാർഗ്ഗവുമില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് പലരും പറഞ്ഞതിന് വെടിവെച്ച് കൊള്ളുമെന്ന് പറഞ്ഞു. ഞാൻ അതിനൊരിക്കലും അംഗീകരിച്ചിട്ടില്ല. അവരെ കൊല്ലാൻ വേണ്ടി പാടില്ല. ഇപ്പോൾ ഇന്ന് അവർ മുന്നണി പോരാളികളാണ്. ആന കടുവ എവിടെയുണ്ടെന്ന് മനസ്സിലാക്കി അവർ മണം പിടിച്ചുകൊണ്ട് സുരക്ഷിതമായി ആനപ്പുറത്ത് പിന്നെ ഫയറിംഗ് സ്ക്വാഡിനെ കൊണ്ട് കാട്ടിൽ നടക്കുന്നവരായി തീർന്നു. കാട്ടാനകൾ കാടിറങ്ങുന്നത് തടയാനും നാട്ടിലിറങ്ങുമ്പോൾ തുരത്താനും നിരീക്ഷണത്തിനുമൊക്കെയായി എണ്ണമില്ലാത്ത ദിവസങ്ങളാണ് വനം വകുപ്പ് ജീവനക്കാർക്കൊപ്പം ഇവർ ചെലവഴിക്കുന്നത്. ഇപ്പോൾ വനം വകുപ്പിന്റെ തന്നെ പല ദൗത്യങ്ങളിലും പ്രധാന സംഘാംഗങ്ങളാണ് ഇവർ. വയനാട് കുറുക്കൻമൂലയിലെ കടുവ തെരച്ചിലിനും മുൻപന്തിയിലുണ്ട് ഈ ഗജവീരന്മാർ. ഒരു കാലത്ത് കാടും നാടും വിറപ്പിച്ച രണ്ട് കരിവീരന്മാരാണ് നമ്മുടെ പുറകിലുള്ളത്, കല്ലൂർ കൊമ്പനും വടക്കനാട് കൊമ്പനും. ഇവരിപ്പോൾ നാട്ടിൽ ജനവാസ പ്രദേശത്ത് ഭീതി വരുത്തിയ കടുവയെ തെരയാൻ വനംവകുപ്പിൻ്റെ പ്രധാന സഹായികളാണ്. വയനാട് കുറുക്കൻമൂലയിൽ നിന്നും ക്യാമറമാൻ ഷാഫിക്കൊപ്പം രതീഷ് വാസുദേവൻ, ന്യൂസ് 18.